അമ്മനെ ആദരിക്കണ്ടോ? ഇന്നിപ്പോൾ ഒരു കല്യാണം അന്വേഷിക്കുന്നത് തന്നെ ഓലെന്നെ അന്വേഷിക്കണം, വാപ്പൻ്റെ അമ്മൻ്റെ ആവശ്യമില്ലെന്ന്. ഇന്ന് ഓല അന്വേഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം തെർത്തീവാക്കിയിട്ട് ഞാൻ ഇനി ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളോലെ കെട്ടിച്ചു തരണം. കെട്ടിച്ചു തരുന്നില്ലെങ്കിലോ, കെട്ടിച്ച് കല്യാണം കഴിച്ച് തരുന്നില്ലെങ്കിൽ ഞങ്ങളവിടെ ഓടിപ്പോവും. എവിടേക്ക്? കടൽക്കാണ് ഓടിയാൽ പിന്നെ തീരുമാനമാവും. ഇവിടെ പിന്നെ കടലെടുത്തുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തീരുമാനമാക്കാം അല്ലേ? ഇവിടെ കടലെടുത്തുണ്ടായതുകൊണ്ട് തീരുമാനമാക്കാം. ഇല്ലെങ്കിലോ ഞങ്ങൾ റേസർ മാരേജ് നടത്തും. ഇതൊക്കെ അല്ലേ ഇന്നത്തെ കഥയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു മഹല്ലത്തിൽ 30% ഇന്ന് തൊലാക്ക് നടക്കുന്നുണ്ട്. 30% ഇന്ന് തൊലാക്ക് നടക്കുന്നുണ്ട്. ഈ തൊലാക്ക് നടക്കുന്നത് ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതിൻ്റെ ഉത്ഭവം തുടങ്ങുന്നത്. ആ ഉത്ഭവം തന്നെ പിഴച്ചു തുടങ്ങുന്നത് കൊണ്ട് ആ കുടുംബ ബന്ധം പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാറില്ല. പിണക്കവും പ്രശ്നങ്ങളുമൊക്കെയാണ്. ഞാൻ ചൊവ്വാഴ്ച ഒരു ദിവസം വീട്ടിലിരിക്കാറുണ്ട്. ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ഒരു ദിവസം ഇരിക്കും. ചൊവ്വാഴ്ച ദിവസം ഇരിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വാണക്കാട് തങ്ങന്മാരൊക്കെ ചൊവ്വാഴ്ച ദിവസം ഇരിക്കും. എല്ലാ ചികിത്സയുള്ള തങ്ങന്മാരും ഒക്കെ ചൊവ്വാഴ്ച ഉണ്ടാവും. അത് ചൊവ്വാഴ്ചക്ക് പ്രത്യേകത ഉണ്ടായിട്ടൊന്നുമല്ല. പോയി ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഇടയിൽ ചൊവ്വാഴ്ചക്ക് ഒരു കേടുണ്ട് എന്നാണ്. പൊതുജനങ്ങളുടെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വില്ലാത്ത ദിവസം എന്നാ. അതുകൊണ്ട് പെണ്ണിനെ പ്രസവത്തിനും കൊണ്ടുപോകില്ല, പെരീകൂടലും ഉണ്ടാവില്ല, കുറ്റിയടിച്ചലും ഉണ്ടാവില്ല, നിക്കാഹും ഉണ്ടാവില്ല, പിന്നെന്ത് മരിച്ചലുണ്ടാവുമോ? മരണം ഉണ്ടാവില്ല. റൂഹ് പിന്നെ ചൊവ്വ നോക്കലില്ല. റൂഹിനെ പിടിച്ചാന് എല്ലാ സംഗതി ഒഴിവാ. അതുകൊണ്ട് പൊതുവെ അന്ന് ഞങ്ങൾക്ക് നല്ല ഫ്രീ ഉള്ള ദിവസമാണ്. അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പം പിന്നെ ആളുകൾ ചോദിക്കും, ഞങ്ങളപ്പം ഞങ്ങളൊന്ന് കാണ്ടീന് ഒന്ന് നേരിട്ട് കണ്ട് 10 മിനിറ്റ് വർത്താനം പറയണ്ടേ. അപ്പം എപ്പോഴാണ് കിട്ടുക? ചൊവ്വാഴ്ച വരിയിലുണ്ടാവും. അപ്പോൾ ഒരാളായി. പിന്നെ ഓൻ പറയും തങ്ങൾ പാപ്പാനെ ചൊവ്വാഴ്ച എന്നാൽ കാണാൻ കഴിയും. ആ മോൻ മറ്റവനോട് പറയും. ചുരുക്കി പറഞ്ഞാൽ പിന്നെ അന്ന് ഏറ്റവും വലിയ ഹലാ കുടിച്ച ദിവസമാവും. പിന്നെ അന്ന് കുലുമാല് മാത്രം കേൾക്കേണ്ട ദിവസമാണ്. ഈ ചുവട് കുലുമാല് മാത്രം കേൾക്കാനുള്ള ആളുകൾ കച്ചറോടിയും കുലുമാലോടിയതും തൊലാക്കല്ലുന്നതും ഒക്കെയാണ് ഉള്ളത്. അപ്പം ആ ഒരു തുടക്കം, ആ ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ കേൾക്കണേ എനിക്ക് 2 ആഴ്ച വേദറിയുണ്ടാവും. ഒരു ചൊവ്വാഴ്ചത്തെ 2 ആഴ്ച വേദറിയുണ്ടാവും. എത്രയും പ്രശ്നമാണ്. അപ്പൊ ത്വലാഖ് നിങ്ങൾ ആരും അറിയാത്തതുകൊണ്ടാണ്. പള്ളിന്റെ പ്രസിഡന്റിനോട് ചോദിച്ചാൽ അറിയാം. പ്രസിഡന്റിന് പിന്നെ എല്ലാത്തിലും കൂടണമല്ലോ. അതുകൊണ്ട് ഇതിൽ കൂടാൻ പറ്റിയ സാധനമല്ല. പച്ച പുല്ലുണ്ടെങ്കിൽ ആ പച്ച പുല്ല് ഉണങ്ങുന്ന ത്വലാഖിന്റെ ഒരു സദസ്സിൽ പങ്കെടുത്താൽ അത്രക്കും വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പൊ ഈ വിവാഹ ബന്ധങ്ങൾ ഇപ്പോൾ ഇങ്ങനെ വേർപിരിയുന്നതിന്റെ കാരണങ്ങൾ, ഒന്ന് അസില് പയച്ചുകൊണ്ടാ പോണേ. ചിലവരൊക്കെ പിന്നെ നിസ്കരിച്ചിട്ടാണ് ഒതുണ്ടാക്കല്, അത് വേറെ പ്രശ്നം. ചിലവരൊക്കെ നിസ്കരിച്ചിട്ട് ഒതുണ്ടാക്കല്, ചിലർ പിന്നെ ഒതുണ്ടാക്കിയിട്ട് തന്നെ നിസ്കരിച്ചലും. പക്ഷേ നിസ്കരിച്ചില്ലെങ്കിൽ ഓലെന്നെ കണ്ടു തരാൻ. അപ്പൊ വാപ്പ പറയണം, മോനെ അത് ഞമ്മക്ക് വേണ്ട, ഞമ്മക്ക് പറ്റിയ കുടുംബമല്ല അത്, അതൊന്നും പറ്റില്ല, ഞാൻ അതിനെ തന്നെ കെട്ടുള്ളൂ. 35 വയസ്സായാലും വേണ്ടില്ല, 40 വയസ്സായാലും വേണ്ടില്ല, ഞാൻ അതിനെന്നെ കെട്ടുള്ളൂ. എടാ 50ാമത്തെ വയസ്സിൽ മരിച്ചൂലേ, ആയിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും വേണ്ടിയില്ല, ഞാൻ അങ്ങനെ ഉള്ളൂ. അതുകൊണ്ട് വാപ്പൻ്റെ പൊരുത്തമില്ലാതെ സുബ്ഹാനല്ലാഹ് ആ നെഞ്ഞ് ഒഴിഞ്ഞിട്ടുള്ള ഒരൊറ്റ കല്യാണമാണ്. ആ കല്യാണം നടക്കലോടുകൂടെ സുബ്ഹാനല്ലാഹ് പിന്നീട് അതങ്ങ് നടന്നു പോവുകയാണ്. ആ നടക്കുന്നതിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോകാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവും. ഇപ്പം അടുത്ത് ഒരു വിവാഹമോചനം എടുക്കലെത്തി. ആ വിവാഹമോചനത്തിൻ്റെ പ്രശ്നത്തിൽ 2 പേരുടെയും പ്രശ്നത്തിൽ ഇങ്ങനെ ഇടപെട്ടപ്പോൾ 2 പേരോടും സംസാരിച്ചു. കുറേ സംസാരിച്ചപ്പോൾ ഇവരുടെ സംസാരത്തിൽ പറഞ്ഞു, പെണ്ണ് പുതിയാപ്പിള പറയാണ്, തങ്ങൾ പാപ്പ എനിക്ക് പെണ്ണിനോട് നല്ല സ്നേഹമുണ്ട്, പക്ഷേ ആ റൂമക്ക് എനിക്കാണ് കടക്കാൻ കഴിയണില്ല. പെണ്ണ് പറയാ, എനിക്കും നല്ല സ്നേഹമുണ്ട് പുതിയാപ്പിളിനോട്, എനിക്കും മൂപ്പരെ കാണാൻ വയ്യ. രണ്ടാൾക്കും നല്ല സ്നേഹമുണ്ട്, പക്ഷേ രണ്ടാൾക്കും മാനസികമായിട്ട് അടുക്കാൻ കഴിയുന്നില്ല. ഇത് നന്നായി മനസ്സിലാക്കണം നിങ്ങളൊക്കെ. ഇന്ന് വളർന്നു വരുന്ന വലിയ ഒരു ജോജോ ടീമുണ്ട് ഇവിടെ. അതന്നെ. അപ്പം അതുകൊണ്ട് വലിയ അത് നോക്കണ്ട. ഇന്ന് കർക്കിടകം 1, ഇന്ന് മഴ പെയ്യൂ. പിന്നെ അത് നിങ്ങളെ കറാമത്തോ അല്ലെങ്കിൽ കറാമ്പറപ്പൊന്നും അല്ലത്. മഴ എന്തായാലും ഒന്ന് പെയ്യും, ഉറപ്പാ. ഇന്ന് പെയ്യണം. പഴയ കാലം മുതലുള്ള കറാമത്താണ്, പഴയ കാലം പോലെയുള്ള കറാമത്താണ്. അപ്പം അങ്ങനെ സുബ്ഹാനല്ലാഹ് എന്തൊക്കെയാ പറഞ്ഞ് അങ്ങനെ 2 പേരും അടുത്തു പോകുന്നില്ല. 2 ആൾ പ്രസവമായി മുമ്പിലെത്തി.
എത്തിയപ്പോൾ എന്താണ് പ്രശ്നം? രണ്ടാൾ കല്യാണം കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിൽ രണ്ടാളും ഇരുന്ന്, ഫസ്റ്റ് നൈറ്റ് ആദ്യ രാത്രിയിൽ രണ്ടാളും ഇരുന്ന് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ആ അന്വേഷിക്കുന്നതിൻ്റെ ഇടയിൽ പെണ്ണ് പറഞ്ഞു, പുതിയാപ്പളിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഈ ബെഡിൽ കിടക്കാൻ മാത്രം നിങ്ങളില്ല. സുബ്ഹാനല്ലാഹ്. പെണ്ണ് പറയാണ് പുതിയാപ്പളിനോട്, നിങ്ങൾ എൻ്റെ ഈ ബെഡിൽ കിടക്കാൻ മാത്രമല്ല. അപ്പം എന്താ കാരണം? ഒന്നുമല്ല, എനിക്ക് MBBS PG ഉണ്ട്, നിങ്ങൾക്ക് MBBS മാത്രമേ ഉള്ളൂ. അടക്കണേ ഖലാസ്. പെണ്ണ് പറയാണ് പുതിയാപ്പളിനോട്, നിങ്ങൾക്ക് MBBS മാത്രമേ ഉള്ളൂ, എനിക്ക് MBBS PG കൂടി ഉണ്ട്. അങ്ങനെ ഉണ്ട് കേസ്. ഇപ്പം ഞാൻ പറയാണ്, ഇല്ലെങ്കിൽ ഈ സയദി ഉസ്താദ് പറയാണ്, ഞാൻ സയദിയാണ്, ഇജ്ജ് ഹാദിയല്ല, ഇല്ലെങ്കിൽ ഇജ്ജ് വാഫിയല്ല, അതുകൊണ്ട് ഈ കട്ടിൽ കിടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാന ജല്ല ജലാലു. കഴിഞ്ഞ കഥ ഉണ്ടോ? അപ്പം അതുകൊണ്ട് വലായൽ താമു മാ ജറഹൽ ലിസാൻ, നാവ് മുറിയാക്കിയ ഒന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും അത് മാറുകയില്ല. നാവ് മുറിയാക്കിയ ഒന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്താലും എന്ത് ചെയ്യൂല? മാറൂല. ഇന്ന് ഇപ്പോൾ എന്തുണ്ട്? സൂചിയിലെ ചെറിയ താക്കോൽ ദോരം ഓപ്പറേഷൻ ഉണ്ട്. താക്കോൽ ദോരം ഓപ്പറേഷൻ ഒരു പണിയും ഉണ്ടാവില്ല. നല്ല ഉഷാറിലൊരു കുത്തുകുത്തി സംഗതി നടക്കുകയാണ്, എല്ലാം നടക്കണ്. ഒരു കലിയുമില്ല, എല്ലാ സംവിധാനം ഇറങ്ങിയിട്ട്. പക്ഷേ നാവ് കൊണ്ട് ഒരാളെ വേദനിപ്പിച്ചു. എടാ ഈ നന്നാവൂലടാ ഹമുക്കെ, ഒരാളോട് പറയണം, ഇല്ലെങ്കിൽ ഇത് ലക്ഷണം കെട്ടവനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? എത്ര ആളുകളുണ്ടെങ്കിൽ ഈ ഉമറാക്കളാകുന്ന ആളുകൾ, ചില ആളുകൾ ഭയങ്കര പൊരുത്തം വാങ്ങിയവരുണ്ട്. ചില ഉമറാക്കളാകുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് പൊരുത്തക്കേട് വാങ്ങിയിട്ട് ലക്ഷണം കെട്ട് നടക്കണ എത്ര ആളുകളുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? എത്ര ആളുകളുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, എപ്പോഴും നമ്മൾ നാവ് കൊണ്ട് മുറിയാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ പെണ്ണ് ഈ പുതിയാപ്പളിനോട് പറയലോടുകൂടെ ഈ പുതിയാപ്പളക്ക് മാനസികമായി അകന്നു കഴിഞ്ഞു. പിന്നെ എന്തില്ല, ഓര് തമ്മിൽ യോജിക്കാൻ കഴിയണില്ല. ഇതിന് കോയിമുട്ട എഴുതിയിട്ടും കാര്യമില്ല, തകിട് എഴുതിയിട്ടും കാര്യമില്ല. പിന്നെ ഒരു പരിഹാരം അതിനുള്ളൂ. താമരശ്ശേരി ചുരത്തുമ്മ കൊണ്ടിട്ട് ഏയാമ്പള കൊണ്ട് ഒറ്റ ചവിട്ട് അടിക്കാൻ ചവിട്ടുക, അപ്പോൾ പരിഹാരമാവുകയാണ്. അതിനെ പരിഹാരം അതാ. അതുകൊണ്ട് ഇങ്ങനെ നടക്കുക. ഉസ്താദേ ശരിയാണില്ല, എന്താണെന്ന് അറിയൂല. രണ്ടാമത്തെ കാര്യം, ഇതിപ്പോൾ ഒരു കാരണം പറഞ്ഞാണ്. കാരണം പേച്ചത് അസിൽ പേച്ചിട്ടുണ്ട് ഇവിടെ. അസിൽ പേച്ചത് ആ പേക്കാൻ ഒരു കാരണം ഉണ്ടാകുകയാണ്. ഇനി അതല്ലാത്ത കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇന്നിപ്പോൾ കല്യാണം കഴിയുകയാണെങ്കിൽ മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, പിന്നെ രണ്ടെണ്ണുള്ളൂ ഈ ഭാഗത്ത് അല്ലേ? നിങ്ങളുടെ നാട്ടിലാണ് അതൊക്കെ കൂടുതൽ. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണമൊക്കെ. ഇവിടുത്തെ മഹല്ലിലെ ഖാദിക്കും ഖത്തീബിനും പറഞ്ഞ പ്രസിഡന്റ് പിരിച്ചുവിടും അല്ലേ? സെക്രട്ടറി ഇന്ന പിന്നെ നിങ്ങൾ പിരിച്ചൂല, ഞാൻ പിരിഞ്ഞാ നിൽക്കണേ, അടുത്തൊല്ലം വിളിച്ചൂലെന്ന്. ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ കൊല്ലാണ്, മൂന്നാമത്തെ തവണയാണ് നിങ്ങളെ നാട്ടിൽ കയറുന്നത്. അതുകൊണ്ട് ഇന്നെ പറ്റി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലേ കേൾക്കും വേണ്ട. അത്രേ ഉള്ളൂ. നമ്മളെ വയതിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ കേൾക്കണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ ഇന്ന് കല്യാണം കഴിഞ്ഞ പടക്കം പൊട്ടിക്കണ്, ചടക്കം പൊട്ടിക്കണത്. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, ഇപ്പം അടുത്ത് ഞാൻ റീലിൽ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട്, പുതിയാപ്പള നിക്കാഹ് കഴിഞ്ഞിട്ട് പുതിയാപ്പളിൻ്റെ മുഖത്തേക്ക് പുതിയണ്ണ് കാല് പൊന്തിക്കുക, അഥവാ മൂന്തമ്മക്ക് പെണ്ണിൻ്റെ കാല് എത്തുമെന്നാണ് നോക്കണം. 3 വട്ട പെണ്ണ് തട്ടുകയാണ്. അങ്ങനെയുണ്ട്. എന്നിട്ട് അത് ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഇത് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് ഫേസ്ബുക്കിൽ കയറ്റുക. ഇതൊക്കെയല്ലേ കഥ. പിന്നെ ഓല് കുടുംബജീവിതം ഉഷാറായിട്ട് പോകാൻ പറ്റുമോ? എന്താ പിന്നെ അതിന് തകിട് എഴുതിയിട്ട് എന്താ കാര്യം? ഓലൊക്കെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ഒരൊറ്റ താഴത്തേക്ക് വിട്ടാൽ തീരുമാനമാകുന്നല്ലാതെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ആ തുരങ്കപാതത്തിന് അവിടെ കൊണ്ടുപോക്കണമല്ലോ. ഇനി ബാക്കി വല്ലതും അവിടെ നിന്ന് വരാണ്ടെങ്കിൽ അതിൽ വിടാനല്ലേ. സാധുക്കൾ 5 വിട്ടിട്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദരവും ബഹുമാനവും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അത് പൂർത്തിയാവില്ല. ഒരു വീടിൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ആ വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ ആദ്യം സമ്മതം വാങ്ങേണ്ടത് തങ്ങളെ സമ്മതമല്ല വേണ്ടിയത്, ഖാദിയുടെ സമ്മതമല്ല വേണ്ടിയത്, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശേഖന്മാരതല്ല വേണ്ടിയത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വേണ്ടിയത്. വാപ്പൻ്റെ ഇമ്മൻ്റെയാണ് ആദ്യം വേണ്ടത്. വാപ്പൻ്റെ ഇമ്മൻ്റെ ആദ്യം വേണം. വാപ്പയുടെയും ഉമ്മയുടെയും സമ്മതം വാങ്ങാതെയാണ് ഒരു പുരപ്പണി തുടങ്ങുന്നതെങ്കിൽ ആ പുരപ്പണി കൊണ്ട് ഒരു കാര്യമില്ല. ആ പുരയിൽ ഓന് കിടക്കാൻ ഒരു റാഹത്തും ഉണ്ടാവില്ല.
ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ വയതിന് വരുമ്പോൾ നമ്മളെ കൊണ്ടുപോയിട്ട് പറയും, ഉസ്താദെ ഞാൻ പുരണ്ടാക്കിയിട്ട് 8 കൊല്ലമായി, ഒരു സമാധാനവും ഇല്ല, അതിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാം. ഒന്നിരിക്കുക എൻ്റെ പെണ്ണുങ്ങൾക്ക് അസുഖം, ഇല്ലെങ്കിൽ എനിക്ക് അസുഖം, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അസുഖം, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ പെണ്ണുങ്ങളും തമ്മിൽ അടി, ഇല്ലെങ്കിൽ ഞാനും എൻ്റെ മക്കളും തമ്മിൽ അടി, അടിയോണ്ട് അടി, പ്രശ്നങ്ങളോണ്ട് പ്രശ്നം. അപ്പോൾ നമ്മൾ തീരുമാനമാക്കുക എന്താണ്, ഇനിയിപ്പോൾ ഈ പുരക്ക് വല്ല കുഴപ്പമുണ്ടോന്നാണ്. അപ്പോൾ നമ്മൾ തീരുമാനമാക്കാം പുരക്ക് വല്ല കുഴപ്പമുണ്ടോന്നാണ്. അപ്പം എന്നിട്ട് പിന്നെ പുരൻ്റെ ആ ഭാഗം പൊളി, ഈ ഭാഗം പൊളി, അടുക്കള മാറ്റൽ. സാധു അടുക്കള എന്ത് തെറ്റേ ചെയ്ത്, ഗ്യാസും കുറ്റി എന്ത് തെറ്റേ ചെയ്ത്, പാവം. ഇപ്പോൾ ഗ്യാസും കുറ്റി ഇട്ടായിട്ട് അടങ്ങാറായി തീർക്കാം നമ്മളെ. ഈ പുള്ളി ഗ്യാസും കുറ്റിക്ക് തകട് എഴുതാൻ പോയിട്ട് എന്താ നിങ്ങൾ ആലോചിച്ച് തീർക്കണേ. സുബ്ഹാനല്ലാഹ്, ഇതൊന്നുമല്ല കുഴപ്പം. കുഴപ്പം ഞമ്മക്കാ. ഗ്യാസ് കുറ്റിക്കും കുഴപ്പമില്ല, അടുപ്പിനും കുഴപ്പമില്ല, നിങ്ങൾ അളവിനും കുഴപ്പമില്ല, ഒന്നിനും കുഴപ്പമില്ല. കുഴപ്പം ഞമ്മക്കാ. നുഈബു സമാനനാ വൽ ഐബു ഫീനാ വമാലി സമാനിനാ ഐബുൻ സിവാനാ. കാലത്തിനും ദിവസത്തിനൊന്നും ഒരു കുഴപ്പമില്ല. കുഴപ്പം ആർക്കാണ്? ഞമ്മക്കാണ്, അല്ലേ? കുഴപ്പം ഞമ്മക്കാണ്. അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയ അൽഹംദുലില്ലാഹ് റെഡിയാവും. പുതിയാപ്പളിയും പുതിയണ്ണും നമ്മളെ പരിയിൽ റെഡിയാണോ? മാഷാ അല്ലാഹ്, ഒരു കുഴപ്പമുണ്ടാവില്ല. ഒരു നല്ല സന്തോഷത്തിലാണെങ്കിൽ, ഒരൊറ്റ റൂമാണെങ്കിലും നല്ല റാഹത്ത്. കാരണം എന്താ, ഇത് വാപ്പിയമ്മയും കൂടി അന്വേഷിച്ച കല്യാണമാണ്. വാപ്പിയമ്മയും കൂടി അന്വേഷിച്ചിട്ടുണ്ടാക്കിയ കല്യാണമാണ്, അല്ലാതെ മക്കൾ തെരഞ്ഞുണ്ടാക്കിയതല്ല. അതുകൊണ്ട് നമ്മൾ ആ തുടക്കം പയച്ചാൽ ബാക്കിയുള്ള മുഴുവൻ പയച്ചു പോകും. അതുകൊണ്ട് തുടക്കത്തിലേ നമ്മൾ നന്നാവണം. അപ്പൊ എവിടെയും ആദരവിനാണ് സ്ഥാനമുള്ളത്. ആദരവ് നഷ്ടപ്പെട്ടു പോയാൽ അതൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, എനിക്ക് നിങ്ങളോട് പറയാൻ, എൻ്റെ നഫ്സിനോട് 2 പ്രാവശ്യവും ഒരു പ്രാവശ്യം നിങ്ങളോടും എനിക്ക് പറയാനുള്ള അതാണ്, ബാപ്പൻ്റെയും പെൻ്റെയും പൊരുത്തമാണ്. ഇന്ന് എത്ര കുട്ടികളുണ്ട്. ഇപ്പം നാളെ അടുത്ത് ഞാൻ ഗൾഫിൽ പോയ മക്കത്ത് പോയപ്പോൾ ഒരാളോട് ഞാനൊരു വിഷയം പറഞ്ഞപ്പോൾ 10 ലക്ഷം റുപ്യ തന്നു. 10 ലക്ഷം റുപ്യ എന്ന ഒരാൾ 10 ലക്ഷം റുപ്യ തന്നിട്ട് ഇയാൾ പറഞ്ഞ്, ഉസ്താദെ പിന്നെ നമുക്കൊരു ഭക്ഷണം കഴിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഞാൻ 10 ലക്ഷം റുപ്യ തന്ന ഒരാളല്ല. ഇനിയിപ്പോൾ അയാൾ ഭക്ഷണത്തിന് വിളിക്കുമ്പോൾ പോകാൻ കണ്ടെഴുതി ഭക്ഷണത്തിന് പോയി. വലിയ മീൻ പൊരിച്ചുകാണ്ട് ഇങ്ങനെ വിൽക്കണം, നല്ല അടിപൊളി ഹോട്ടലിലാണ് കൊണ്ടുപോയത്. മീൻ മാത്രമേ ഉള്ളൂ അവിടെ, ഫ്രഷ് താസ നല്ല മീൻ. അപ്പം അങ്ങനെ അൽഹംദുലില്ലാഹ് അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി നല്ല പൊരിച്ച് മീനൊക്കെ തിന്ന്. അപ്പോൾ അവിടെ നമുക്ക് ഖിദ്മ ചെയ്തതിനൊരു കുട്ടി ഉണ്ടായിന്. ആ കുട്ടി നമുക്ക് വെള്ളം കൊണ്ടുവന്നരാനും മീൻ കൊണ്ടുവന്നരാനും സുപ്ര വിരിച്ചാനും ഒക്കെ ഉള്ളൊരു കുട്ടി ഉണ്ട് അവിടെ, പണിക്കാരൻ അവിടുത്തെ. ഇപ്പോൾ പോന്നപ്പം പറഞ്ഞു, തങ്ങൾ പാപ്പങ്ങൾ ദ്വാരക്കണം കേട്ടോ, എനിക്ക് എനിക്ക് പണി ശരിയാക്കാൻ ദ്വാരക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നല്ല അടിപൊളി ഹോട്ടലിൽ നല്ല സ്ഥലത്തല്ലേ ജോലിയുള്ള, പിന്നെ പണിയിൽ ഞാൻ BEdും PG ഒക്കെ കഴിഞ്ഞ് പോകുന്നതാണ്. ഇപ്പം ഞാൻ മീൻ ചൂടണ പണിയാണ്. അല്ല, മീൻ ചൂടാൻ BEd PGൻ്റെ ആവശ്യമുണ്ടോ? ആംപ്ലേറ്റ് അടിച്ചാൽ BEdൻ്റെ ആവശ്യമുണ്ടോ? ആർക്കാ കോയമ്പട്ട ആംപ്ലേറ്റ് ഇവനെ വരെ കഴിയും. അവിടെ ഉറങ്ങി അടിച്ചിട്ടുണ്ട് ആംപ്ലേറ്റ്. എന്നിട്ടല്ലേ പിന്നെ ആംപ്ലേറ്റ് അടിച്ചാൽ BEdന് PG ആവശ്യമുണ്ടോ? ചില ആളുകൾ എവിടെ ചെന്നാലും ഉണ്ടാവില്ല. ഓല ബയോഡാറ്റ ഇങ്ങനെ നോക്കിയാൽ ഒരു 32 കമ്പനിയിൽ മാഷാ അല്ലാഹ് 32 കമ്പനിയിലെ പ്രാക്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഒരു 33ാമത്തെ കമ്പനി ചെല്ലുമ്പോൾ അതിൻ്റെ മുദീർ ഇങ്ങനെ നോക്കി, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് വല്ലാഹി ഇൻത ത്വയ്യിബ് യാ മുഹമ്മദ് മാഷാ അല്ലാഹ് എന്നൊക്കെ പറയും. എന്താ, ഒരുപാട് കമ്പനിയിലും ജോലി ചെയ്ത പ്രാക്ടിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലായിടത്തും 12 ദിവസം 18 ദിവസം 22 ദിവസം 30 ദിവസം ഒക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. കാരണം എന്താ, എല്ലായിടത്തും ഇങ്ങനെ പോരും. കാരണം കുരുത്തം കെട്ട ചങ്ങായിയാണ്. കുരുത്തം കെട്ട ചങ്ങായിയാ. കാരണം പഠിപ്പിച്ച കാലത്ത് ഓൻ്റെ മാഷന്മാരെയും വെറുപ്പിച്ചിക്കണ്, അതുപോലെ തന്നെ ഓൻ്റെ ഉസ്താദുമാരെയും വെറുപ്പിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടില്ല നിങ്ങൾ, ഒരു മദ്രസയിൽ ഒരു കുട്ടീനെ ഒരു ഉസ്താദ് തല്ലിയതിൻ്റെ പേരിൽ ചീത്തെന്തോ പറഞ്ഞതിൻ്റെ മേൽ തല്ലണതാ. സുബ്ഹാനല്ലാഹ്, അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടക്കണതാ. അതിൻ്റെ അത്യാവസ്ഥ എന്താന്ന് അല്ലാഹു അഅലം റസൂലുഹു. എന്തായാലും അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഓൻ്റെ കഥ എങ്ങനെ ഉണ്ടാവും? ഇതൊക്കെയല്ലേ അവസ്ഥ. എന്നിട്ട് അതിനിങ്ങനെ ഉഷാറായിട്ടും ബാക്കിയുള്ള ആളുകളും. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, കുരുത്തക്കേട് എന്ന് പറഞ്ഞ സാധനം മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ഒലക്ക വിഴുങ്ങിയിട്ട് സുന്നാമാക്കി കുടിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ പറയലേ. സുന്നാമാക്കി പറഞ്ഞാൽ അറിയോ? ആ ജനങ്ങൾക്ക് അറിയോ? അവിടെ അറിയണേ പെപ്സി മാത്രമേ അറിയുള്ളൂ. സുന്നമാക്കി പറഞ്ഞാൽ സാധിക്കറിയില്ലേ? അറിയാം. സുന്നമാക്കി എന്ന് പറഞ്ഞാൽ എന്നാ ആർക്കറിയാം? സുന്നമാക്കി നിങ്ങൾക്ക് അറിയോ? അറിയില്ല. നിങ്ങൾക്കോ? എന്താ നിങ്ങളൊക്കെ കഥ? സുന്നമാക്കി എന്ന് പറഞ്ഞാൽ വയറിന് ശോധന കിട്ടാനുണ്ടാകുന്ന ഏറ്റവും നമ്പർ 1 പഴയ മരുന്ന് പീടിയിലുള്ള മരുന്നാണ് സുന്നമാക്കി. അപ്പം ഇനി നാളെ പോയിട്ട് നിങ്ങൾ
മുത്തനൂർ തങ്ങൾ പറഞ്ഞതല്ലേ എഴുതിയിട്ട് സുന്നമാക്കി കുടിച്ചാൽ നിൽക്കണ്ട, ഒഴിവുണ്ടെങ്കിൽ കുടിച്ചാൽ മതി. ഞാൻ പറഞ്ഞതല്ലേ എഴുതിയിട്ട് വർക്കത്തിന് കുടിച്ചാലൊന്നും പോണ്ട. ആ ബക്കറ്റ് പോയിക്കോട്ടെ, അതൊക്കെ ഇപ്പൊ ഒരു മാമൂല. പോട്ടെ ബക്കറ്റ്. അപ്പൊ അതുകൊണ്ട് ഒലക്ക എന്ന് പറഞ്ഞാൽ തിരിയോ? ഒലക്കാരന തിരിയോ ഉസ്താദ്? അറിയും. ഒലക്കാരന സാധനം എന്താണ്? നമ്മളെ ഷോക്കേസിലുണ്ടാണ് സാധന. നല്ല കോലായി. ഈ കുട്ടിനോട് ചോദിക്കുകയാണെങ്കിൽ ഒലക്ക എന്താന്ന്, ഓനോട് ഇപ്പൊ ചോദിച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ഒലക്ക എന്താന്ന് പറഞ്ഞു ആണ്ട്. ഒലക്ക ഞാൻ തിരുവിലെങ്കിൽ ഇതാ ഈ മൈക്കൻ്റെ സ്റ്റാൻഡ് തന്നെ കൂട്ടിക്കോളി. ഇതൊരാൾ വിഴുങ്ങി എന്നിട്ട് പിന്നെ സുന്നാമാക്കി കുടിച്ചാൽ ജയിക്കുമോ? ദഹിക്കൂല. അതിനൊരു സ്വാധീനം. ഓപ്പറേഷൻ മേജർ ഓപ്പറേഷൻ ചെയ്യണം, മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണം മംഗലാപുരം. അപ്പൊ അതുകൊണ്ട് ഒരാൾ പൊരുത്തക്കേട് വാങ്ങി വെച്ചാൽ അതിനെന്ത് കാര്യമില്ല, ഒരു കാര്യവുമില്ല. അപ്പൊ തുടക്കം എല്ലാത്തിനും നന്നാവണം. അതിനല്ല എല്ലാ സംഗതി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൊക്കെ ഓരോ തുടക്കം ഉണ്ടാവും. ഇവിടെ ചിലപ്പോൾ ഒരു പതാക ഉയർത്തലുണ്ടാവും, ചിലപ്പോൾ രാവിലെ എന്തുണ്ടാവും, ഒരു ഫസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു ദുആ ഉണ്ടാവും, അല്ലേ? അക്കല്ലേ ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ലാ. കുറേ പഴത്തിന് ഇതൊക്കെ എന്തിനുള്ള ഈ പഴത്തിനൊക്കെ ആളുകൾ കൊടുക്കുമോ? ഞാൻ കരുതി ഇവർക്കൊക്കെ ഓരോ കായ് കൊടുക്കുമെന്ന്. ലേലം വിളിച്ചാലുള്ളതാണ്. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ ആ ആദരവും ബഹുമാനമുണ്ട് എല്ലാം റെഡി. അപ്പം എല്ലാ കുട്ടികളും എല്ലാവരും പോവാ. പിന്നെ ഡിഗ്രി മേലെ ഡിഗ്രി, അവിടുത്തെ ഡിഗ്രി, എന്ത് ഡിഗ്രി, ഫുള്ള് A+ കിട്ടാൻ വരക്കണം എന്ന് പറയും എല്ലാ കുട്ടികളും. ഞാൻ പറഞ്ഞു ചങ്ങായിമാരെ, A+നല്ല നിങ്ങൾ വരക്കേണ്ടത്. A+ കിട്ടിയാലും വേണ്ടിയില്ല, B+ കിട്ടിയാലും വേണ്ടിയില്ല, നല്ല പൊരുത്തുള്ള മക്കളാവണം. ചില ഡോക്ടർമാരുണ്ടല്ലോ, നിങ്ങൾ MBBS ഡോക്ടർമാർ, ഇങ്ങനെ തൊട്ടാൽ മതി, ഒരു മരുന്ന് എഴുതിയാൽ റെഡിയാ. അത് റെഡിയാ. ഇവിടെ ഉണ്ടാവും അങ്ങനത്തെ ഡോക്ടർമാർ. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ ഡോക്ടർ. ആ ഡോക്ടർ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞാൽ മൂപ്പര് പറയണ രോഗം കറക്റ്റാ. അതിനൊരു ഭയവും ഉണ്ടാവില്ല. അതിന് ഈ വലിയ ഡോക്ടർമാർക്ക് പോയാലും ആ റിസൾട്ടാണ് കിട്ടുക. അപ്പം നല്ല ഒരു MBBS ആണ്. ഈ പൊരുത്തുള്ള ആളുകളാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതൊക്കെ നോക്കിയാണ്. ചിലവരോ എന്ത് എഴുതിയാലും ഭയക്കും. ഓനെ എല്ലാ ഡിഗ്രിയും ഉണ്ടാവും, 32 ഡിഗ്രി ഉണ്ടാവും, പക്ഷെ എന്ത് തൊട്ടാലും ഭയവാ, അല്ലേ? ഇന്നാളിപ്പോൾ ഒരു ഡോക്ടർ പത്രത്തിലുണ്ടല്ലോ നിങ്ങൾ, ആ പെണ്ണ് പിന്നെ കയ്യിൻ്റെ വിരലും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് നാവാ ഓപ്പറേഷൻ ചെയ്ത്. നാവും വിരലും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇവനൊക്കെ അടിച്ചാട്ടണ്ടേ. ഇന്നാൾ വേറൊരു ചങ്ങായി ഓപ്പറേഷൻ ചെയ്ത്, പെണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ പള്ളനുള്ളിൽ കത്തിരിനെ മറന്ന് വെച്ചാറ്. ചെറിയ മുട്ടുസൂചിയൊക്കെ ആണെങ്കിൽ തിരക്കടില്ലേ, കത്തിരിനെ മറന്ന് കുരുത്തക്കേടിൻ്റെ ഊക്കാണേ. തൊട്ടത് പോയപ്പോൾ ചില ഹോസ്പിറ്റലിൽ എന്നും അടിയാ. അപ്പം ഇന്നാളൊരു ഹോസ്പിറ്റലിൻ്റെ മുതലാളി പറഞ്ഞാൽ അപ്പോൾ ഗ്ലാസ് മാറ്റിക്കണാണ്. അതെന്ത് വെച്ച് ഇവിടെ നിൽക്കുന്ന ഡോക്ടറൊക്കെ നല്ല ഡോക്ടർ ആളൊക്കെ ഉണ്ട്, പക്ഷെ അടി ഇടക്കിടക്ക് നടക്കും. അതുകൊണ്ട് ഗ്ലാസ് ആയാൽ പിന്നെ ഇതൊക്കെ നഷ്ടമാണ്. അപ്പോൾ കമ്പി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെ പൊരുത്തക്കേടാണ്. അപ്പോൾ കുട്ടികളൊക്കെ മനസ്സിലാക്കി ഇങ്ങനെ മണ്ടണ്ട. A+ന് ഇങ്ങനെ മണ്ടിയിട്ട് കാര്യമില്ല. A+ വേണ്ടത് വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഉസ്താദുമാരുടെയും പൊരുത്തമുണ്ടോ? അൽഹംദുലില്ലാ, അവനെല്ലാം കഴിച്ചിലാവും, എല്ലായിടത്തും കഴിച്ചിലാവും. എവിടെ ഇട്ടാലും റെഡിയാവും. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, നമ്മളൊപ്പമുള്ള കുട്ടികളൊക്കെ ഉണ്ട്, നമ്മളെ ക്ലാസ്മേറ്റായ കുട്ടികളൊക്കെ ഉണ്ടാവും, മഹാകുരുത്തക്കേടൊക്കെ കാരം ഇല്ലേ, ഓനൊന്നും അറിയൂല. ഓന് സാധുവാണ്, നല്ല മോനാ, നല്ല സാധുവാണ്. പക്ഷേ പരീക്ഷയിലൊക്കെ വളരെ മാർക്ക് കമ്മിയാണ്. അപ്പോൾ ഓനെല്ലാവരും പൊട്ടനാക്കും. എല്ലാവരും ഓനങ്ങനെ കളിക്കും. പഠിക്കുന്ന കാലത്ത് ഓനൊരു കുതിരാക്കള എല്ലാവർക്കും, എല്ലാവരും നാട്ടിലുണ്ടാവും. അങ്ങനത്തെ 2-3 ആളുകളൊക്കെ ഉണ്ടാവും. ഓനെങ്ങനെ നമ്മളിങ്ങനെ കുതിരാക്കുന്ന ആളുകളുണ്ടാവും. ചിലരോ ക്ഷമിക്കും, നീ ധരിക്കും മൂടന, വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ? ബഹുമാനപ്പെട്ട താഴ ഉസ്താദ് പാടി അല്ലേ? ചിലരോ ക്ഷമിക്കും, ചില ആളുകൾ ക്ഷമിക്കുന്നത് കാണുമ്പോൾ നീ കരുക്കും, അവൻ മൂടനാണ്, പൊട്ടനാണെന്ന് കരുതും. അമ്പും വില്ലും പൊക്കുമ്പോൾ ഈ വില്ലിങ്ങനെ ബാക്കോട്ട് വലിക്കുന്നതിനാ ശക്തി കിട്ടാനാണ്. അതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില വിഷയങ്ങളിലൊക്കെ മോശപ്പെട്ട ആളെ നമ്മളെ ദൃഷ്ടിയിൽ കണ്ടാലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവന് സ്ഥാനമുള്ളവനായിരിക്കും. 30 കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു കുട്ടി പരീക്ഷയിലൊക്കെ മാർക്ക് കമ്മിയാണ്, പക്ഷേ മദ്രസയിലേക്ക് നേരത്തെ വരുന്നവനാണ്. ഉസ്താദുമാരുടെ ചായ ഉണ്ടാകുമ്പോൾ അവൻ തൂക്കിപ്പിടിച്ച് കൊണ്ടുവരുന്നവനാണ്. അടുത്ത വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുമ്പോഴും ഉസ്താദുമാർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നവനാണ്. അസർ കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ
ഉസ്താദിനൊരു ചായ കൊടുക്കണം. അത് കൊണ്ടുപോയി കൊടുക്കുന്ന കുട്ടിയാണ്. എല്ലാവരും കളിക്കുന്നുണ്ടാകും. നമ്മൾ പറയും നമുക്കത് കുഞ്ഞാപ്പൂനെ ഏൽപ്പിക്കാന്ന് പറയും. നമ്മളറിയാം ഓ അങ്ങനെ ചെയ്തോളൂ, ഒക്കെ നമുക്ക് കളിച്ചാൻ പോവാ, കുഞ്ഞാപ്പൂന് അന്തല്ലല്ലോ ഓനാക്ക. ചിലരോ ക്ഷമിക്കും നീതരിക്കും മൂടന, വില്ലിൻ്റെ പുറകോട്ടുള്ള മാറ്റം എന്തിനാ. അതുകൊണ്ട് അത്തരക്കാരാകുന്ന ആളുകൾ പോയത്തക്കാരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ഥാനവും ബഹുമാനവും ഉള്ളവരാണ്. ആദരവുള്ള കുട്ടിയാണ്. ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം, ബഹുമാനപ്പെട്ട മുഖ്തസർ എന്ന് പറയുന്ന ഒരു കിതാബുണ്ടല്ലോ അല്ലേ, ആ മുഖ്തസർ എന്ന് പറയുന്ന ഈ ഖുർആനിൻ്റെ സാഹിത്യത്തിനെ മനസ്സിലാക്കാൻ ഉള്ള വലിയൊരു ഗ്രന്ഥമാണ് മുഖ്തസർ. അതിൻ്റെ മുസന്നിഫാണ് ആര്? ബഹുമാനപ്പെട്ട തഫ്താസാനി ഇമാം. ഈ തഫ്താസാനി ഇമാം ചെറിയ കുട്ടിയാകുമ്പോൾ ദർസിലൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ എപ്പോഴും പൊട്ടത്തരേ പറയുള്ളൂ, എപ്പോഴും പൊട്ടത്തരേ പറയുള്ളൂ. ഓപ്പരെന്തെങ്കിലും എണീറ്റുന്ന അപ്പോഴത്തേനും ബാക്കിയുള്ളവരൊക്കെ ചിരിക്കലോടും. കാരണം എന്താ? നമ്പർ 1 പൊട്ടത്തരപ്പ പറയും. ഇപ്പൊ രാത്രിയെ പകലാന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും, പിന്നെ ചിരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പൊട്ടത്തര മാത്രം പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യും? മൂപ്പരെ കണ്ടാൽ തന്നെ ചിരി തുടങ്ങും. പക്ഷേ സുബ്ഹാനല്ലാഹ്, രാത്രി സമയങ്ങളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും പഠനമാണ്. ഒരു സമയം അസറിന് ശേഷം കുട്ടികൾ ഇങ്ങനെ കളിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹം ഇരുന്നിങ്ങനെ പഠിക്കുകയാണ്. പഠിച്ചപ്പോ കളിക്കാൻ പോരുന്നില്ല മോനെ എന്ന് കൂട്ടുകാർ ചോദിച്ചവൻ പറഞ്ഞു, ഞാൻ കളിക്കാതെ പഠിച്ചിട്ടും എനിക്ക് എൻ്റെ ഉസ്താദിൻ്റെ മുമ്പിലെത്തുമ്പോൾ എനിക്കൊന്നും കിട്ടാത്തവനാണ്. പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ഒരു A+ കിട്ടാത്തവനാണ്. അതുകൊണ്ട് ഞാൻ കളിക്കാനും കൂടി പോന്നാൽ എനിക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് ഞാൻ കളിക്കാനില്ല. കണ്ടോ, അങ്ങനത്തെ ആളാ. എത്ര പഠിച്ചാലും അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഒരു ദിവസം അങ്ങനെ രാത്രി ഇങ്ങനെ പഠിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഇങ്ങനെ സ്വപ്നത്തിലൂടെ വന്ന് അദ്ദേഹത്തിൻ്റെ വാ തുറക്കാൻ പറഞ്ഞ് ഒരു ഉമിനീരിങ്ങനെ വെച്ചു കൊടുത്തു. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പം ഉസ്താദിനോട് പതിവ് പോലെ സംശയം ചോദിച്ചപ്പോൾ നമ്പർ 1 സംശയമാണ് ചോദിക്കുന്നത്. സംശയത്തിന്റെ ഊക്ക് കണ്ടപ്പോ ഉസ്താദ് ഇരിക്കുന്ന കസാരയിൽ നിന്ന് എണീറ്റ് ഈ ശിഷ്യനെ ഇങ്ങോട്ട് ഇരുത്തി. ഉസ്താദ് ഇരിക്കുന്ന കസാരയ്ക്ക് ഈ പൊട്ടത്തര മാത്രം പറഞ്ഞിരുന്ന ആളെ ഇരുത്തി. ആ ആളാണ് ഇന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ സാഹിത്യത്തിനെ പറ്റി അറിയുന്ന ഏറ്റവും വലിയ ഒരു ഗ്രന്ഥം രചിച്ചത് ഈ മഹാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പം ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ ഉള്ള ആദരവും ബഹുമാനവുമാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ മനസ്സിലാക്കണം, നിങ്ങളൊക്കെ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ബാപ്പൻ്റെയും പെൻ്റെയും പൊരുത്തം വാങ്ങണം. സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഒക്കെ നമ്മൾ വേണ്ടാ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതൊക്കെ മാണ്ടി നിർത്തണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ അവർ സ്വയമായി കല്യാണത്തിന് ആളുകളെ കണ്ടെത്തിയിട്ട് വാപ്പൻ്റെ പൊരുത്തവും വേണ്ട, അമ്മൻ്റെ പൊരുത്തവും വേണ്ട. ഉമ്മ പറയാണ് 9 മാസവും 9 ദിവസവും ഗർഭം ചുമന്ന് മരണത്തിൻ്റെ പകുതിയെ വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ച ആ ഉമ്മ പറയാണ്, മോളെ അത് വേണ്ട എന്ന് പറയുമ്പോൾ ആ ഉമ്മയെ ചീത്ത പറയുന്നു, ഉപ്പയെ ചീത്ത പറയുന്നു. സുബ്ഹാനല്ലാഹ്, ആ ചെക്കൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു. ഇതൊക്കെ കാണുമ്പം ബാപ്പൻ്റെ കൽബിൽ എത്ര ഇടങ്ങേറുണ്ടാവും. അതുകൊണ്ടാണ് ചിലയിടത്തൊക്കെ നിക്കാഹ് ചൊല്ലിക്കൊടുക്കുമ്പം ഉസവ്വിജുക അലാ മാ അമറല്ലാഹ്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം എൻ്റെ മകളെ ഞാൻ എന്നെ ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ ചിലവർക്കാണ് പറഞ്ഞാണ് കിട്ടൂലാണ്, നൂലോത്സനാണ്, കണ്ണിന്ന് വെള്ളം ചാടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തേ? കൽബിങ്ങനെ പൊട്ടുകയാണ്. എന്തേ പൊട്ടാൻ കാരണം? 18 വയസ്സുകാലം 19 വയസ്സുകാലം ഞാൻ ധാർമ്മിക ബോധവും ഭൗതിക ബോധവും ഒക്കെ നൽകി സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മോളെ ആണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ആ സങ്കട അതാർക്കുണ്ടാവും? ബാപ്പാക്കുണ്ടാവും. പോകാൻ ആർക്കുണ്ടാവില്ല, ഓക്കുണ്ടാവില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഓക്കൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഓനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കാട്ടുമ്പോഴേ ഓൾക്ക് ബാപ്പ ആരാണെന്ന് ബാപ്പാൻ്റെ വേദനപ്പെടാൻ തിരിയുള്ളൂ. ബഹുമാനപ്പെട്ട കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ചനും രണ്ടാളും ഈ വിഷയത്തിൽ തർക്കായി എപ്പോൾ പറഞ്ഞാലും എന്താവില്ല. ഒരാൾ കുഞ്ഞായി മുസ്ലിയാർ മകനുമായി, അതുപോലെ തന്നെ മങ്ങാട്ടച്ചൻ വാപ്പിയായി, ഒരാൾ വാപ്പിയൊരു മകനുമായി. അങ്ങനെ നിന്ന് എങ്ങനെയാണ് ബാപ്പനോക്ക് മക്കളോടുള്ള സ്നേഹം എത്ര ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതാണ്.
എത്ര പറഞ്ഞാലും ഓൻ കേൾക്കൂല. എടാ മരത്തമ്മ കയറണ്ട അപ്പോൾ കയറും, എടാ വെയിലത്ത് കളിച്ചണ്ട അപ്പോൾ കയറും, ആ നിർത്തിയിട്ട തോണി പോയിട്ട് കയറണ്ട പറഞ്ഞാൽ അതിൽ കയറും. കാരണം അതിൽ കയറി കുത്തി മറിഞ്ഞു വീണാൽ പിന്നെ വെള്ളത്ത് പോകില്ലേ. എന്ത് പറഞ്ഞാലും എതിരെ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഓന് പിന്നെ പെണ്ണെട്ടിച്ച് കൊടുത്തൊരു കുട്ടി ഉണ്ടായിട്ട് ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് വെയിലത്ത് കൊണ്ടുപോയി വെച്ചു വാപ്പ. അപ്പോൾ പറയും വാപ്പ ആ കുട്ടീനെ വെയിലത്ത് വെക്കല്ലേ. ഇല്ലെങ്കിൽ ആ ഇവിടെ വരുമ്പോൾ കുറേ തോണിയുണ്ട്, ആ തോണിയെ കൊണ്ടുപോയി വെച്ച് ചെറിയ കുട്ടീനെ അവർ അവിടെ കൊണ്ടേക്കല് കുട്ടിയേക്ക് ചാടും. ആ എനക്കിപ്പോൾ എൻ്റെ കുട്ടി വള്ളത്തിൽ ചാടുന്ന പേടിയുണ്ടല്ലേ, വെയിലുള്ള പേടിയില്ല. എന്നാ ഈ എൻ്റെ കുട്ടിയാ, ഈ എൻ്റെ കുട്ടിയാണ്, എൻ്റെ കുട്ടി ഇതാണെങ്കിൽ ഈ എൻ്റെ കുട്ടിയാണ്. അപ്പം എന്നോട് എനിക്ക് എത്ര സ്നേഹം ഉണ്ടാവുന്നില്ല ഇപ്പം എനിക്ക് മനസ്സിലായോ ചോദിച്ചു. കണ്ടോ, അപ്പോഴേ തിരിയുള്ളൂ. നമുക്കിപ്പോൾ തിരിയില്ല, വാപ്പ പറയുമ്പോഴും അമ്മ പറയുമ്പോഴും തിരിയൂല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നേ. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന 7ാം ക്ലാസ് മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, 7ാം ക്ലാസ് വരെ പിന്നെ ചെറിയ മക്കളാ, 7ാം ക്ലാസ് മുതൽ മുഴുവനുള്ള കുട്ടികൾ അങ്ങനത്തെ വല്ല പ്രേമക്കേസോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള വേണ്ടാത്ത പ്രവർത്തികൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ സാധനം വഖഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കുടുംബജീവിതം ഉണ്ടാവില്ല. ചിലവരെന്തെങ്കിലും തൂങ്ങി മരിച്ച, ചിലവർ ചാടി മരിച്ച, ചിലവർ മരുന്നുടിച്ച് മരിച്ച, പല കോലത്തും മരിച്ച. കാരണം എന്താ, തുടക്കം വെച്ചു പോയി, കുരുത്തക്കേടാണ്. ആ കുരുത്തക്കേടിന് എന്തെങ്കിലുമൊക്കെ ഒരു സംഗതി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ആദരവ് വളരെ പ്രധാനമാണ്. ആദരവ് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം കഴിഞ്ഞു പോയി. അതിൻ്റെ ഭാഗമായാണ് ഈ മക്കാമിൽ അന്ത്യവസ്ത്രം കൊള്ളുന്ന മഹാനവറുകളോടുള്ള ആദരവിൻ്റെ പേരിലാണ് നമ്മൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത്. അല്ലാത്തൊരു പരിപാടി ഇപ്പോൾ ഈ മഴയത്തുണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ആ ആദരവാണ് തഅദീമു മാ അല്ലമല്ലാഹ് വ തഹ്കീറു മാ ഹക്കറല്ലാഹ്. അല്ലാഹു തആല ബഹുമാനിച്ച വ്യക്തികൾ, ദിവസങ്ങൾ, മാസങ്ങൾ അവകളെ ബഹുമാനിക്കുക. അല്ലാഹു തആല മോശമായി കാണാൻ പറഞ്ഞ സംഗതിയെ മോശമായി കാണുക. അതുകൊണ്ട് വിവാഹം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ചാടിക്കളിക്കുന്ന കല്യാണം നടത്തുന്നവരോടും മഞ്ഞക്കല്യാണം ചോന്ത കല്യാണം നടത്തുന്ന ആളുകളോടും സുബ്ഹാന അർത്ഥക്കാരൊക്കെ പറയാനുള്ളത്, ഇന്നെന്തുപോലെ ഇന്ന് നിക്കാഹൊക്കെ നല്ല മട്ടത്തിനങ്ങ് നടക്കും. ഒരു സ്റ്റേജുമേ നല്ല മട്ടത്തിലാണ് കഴിഞ്ഞ് മൂലേരങ്ങോട്ട് ഇറങ്ങി ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക്ക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ, ഓൽക്ക് രണ്ടാക്കും ഹൈർ കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, ഓലെ കുടുംബജീവിതത്തെ അങ്ങട്ടാക്കട്ടെ ഇങ്ങട്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ദുആണ് കഴിഞ്ഞാൽ പിന്നെ കാണാം 4 കാലുള്ള ഒരു കമ്പിക്കൂട്, അതിൻ്റെ ഉള്ളിക്ക് ഈ പുതിയാപ്പള്ളിയും പുതിയനെയും നോക്കി കുറേ പൂവൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് സുബ്ഹാനല്ലാഹ് വല്ല ഘോഷയാത്രയും റാലിയും വരുന്ന മാതിരി ഇങ്ങനെ ആണും പെണ്ണൊക്കെ ഒന്നിച്ചിങ്ങനെ വരുന്നേ. എന്നിട്ട് ഈ 4 കാല് പിടിക്കലെങ്കിൽ 4 പെണ്ണുങ്ങൾ, ഈ 4 പെണ്ണുങ്ങളെ കെട്ടിയ 4 കുഞ്ഞാപ്പോൾ വേറെ ഉണ്ട്. ഓല പിന്നെ കുഞ്ഞാപ്പൂ അല്ലാതെ പിന്നെ എന്താ വിളിച്ച, ഓല പിന്നെ കുഞ്ഞാപ്പൂ അല്ലാതെ വേറെന്താ വിളിച്ച, പെരും കുഞ്ഞാപ്പൂണവനെ. ഇൻ്റെ പെണ്ണുങ്ങളെ ഞാൻ വേറൊരു ചങ്ങാഹിൻ്റെ ഒപ്പം വിട്ടുകൊടുക്കുകയാണെങ്കിൽ എന്താ പിന്നെ അതിന് രസമുള്ളത്? അതെന്നെ കഥ. അതുകൊണ്ട് അതോടുകൂടെ അതിങ്ങനെ നടക്കലോടുകൂടെ ഇവിടെ കബിൽത്തു എന്ന് പറഞ്ഞപ്പോൾ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ കബിൽത്തു, ഞാൻ സ്വീകരിച്ചു എന്നാ പറഞ്ഞേ. കബിൽനാ മൂലർ ചെല്ലിക്കണമെങ്കിൽ കബിൽനാന്ന ഞങ്ങൾ സ്വീകരിച്ചു എന്നാ ഇച്ച് തോന്നുന്നു. ഇന്നത്തെ നിക്കാവൊക്കെ കബിൽനാന്നാ ചൊല്ലി കൊടുക്കല്. എല്ലാവരും ചെല്ലുണ്ടോണ് കബിൽത്തൂന്ന്. അതുകൊണ്ട് എല്ലാവരും ഒപ്പം നടക്കണേ. ഈ ഇത്ര ഉസുറും പുള്ളില്ലാത്ത പരിപാടി വേറെ ദുനിയാവിലുണ്ടോ? ഇത് മുഴുവൻ ചെയ്യുന്നത് ഈ കുത്തിരിക്കണ നമ്മളെപ്പോലത്തെ വലിയ വലിയ ആളുകളാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു സംഗതി ബറക്കത്ത് നഷ്ടപ്പെട്ടാൽ, ആ തുടക്കം നഷ്ടപ്പെട്ടു പോയാൽ ഖലാസ്, പിന്നെ പോലെ ജീവിതം മുന്നോട്ട് പോകാതിരിക്കാൻ പല സംഗതികളും ഉണ്ടാകും. അല്ലാഹു തആല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആഖിബത്ത് നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മളെ സാഹചര്യങ്ങളൊക്കെ അല്ലാഹു തആല അനുകൂലമാക്കി തരട്ടെ.